ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ എൻ്റെ നെയിൽ റിമൂവർ യൂസ് ചെയ്തിട്ട് എൻ്റെ പഴയ നെയിൽ പോളിഷ് കളയാണ്. ഒരു മെറൂൺ കളറാണ്, ഒരു മെറൂൺ റെഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തുടച്ചാലും അതിൻ്റെ ഒരു റെഡിഷ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കയ്യിൽ ചുറ്റുമാവും, കൈയിൻ്റെ ചുറ്റിലും വരും, അതുപോലെ നഖത്തിൻ്റെ സൈഡിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കൈ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം ഒന്നാമത് നെയിൽ റിമൂവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കെമിക്കൽസ് ഉണ്ടാവും നമ്മുടെ ഫിംഗേഴ്സിലൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കഴുകി കളയണം. പിന്നെ അതല്ലാതെ ആ ഒരു റെഡ് കളർ ഇങ്ങനെ ചുറ്റും നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാധാരണ പഞ്ഞിയിലൊക്കെ തുടച്ചിട്ടാണ് ആ ഒരു കളറാക്കിയത്. അപ്പോൾ ഇത് റെഡാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ആണ് കേട്ടോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര ബ്രൈറ്റ് കളർ ഒരു ബ്ലൂ ആണ്. എന്നുവെച്ചാൽ നമ്മൾക്ക് ദൂരത്തു നിന്നൊക്കെ കണ്ടാലും കാണാൻ പറ്റുന്ന പോലത്തെ ഒരു പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന ഒരു കളറാണ് ഈ ബ്ലൂ കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് അടിക്കുന്നത്. ചിലവർ പറയണ കേൾക്കാറുണ്ട് ഇങ്ങനത്തെ കളേഴ്സൊന്നും അടിക്കാറില്ല എന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ കളേഴ്സും അടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതടിക്കാനാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡള്ളാണ്. അതായത് ഡള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോട്ട് അടിക്കാണ്ട് ഇത് കാണില്ല. മേ ബി നിങ്ങൾക്ക് വീഡിയോയിൽ വേറെ പോലെ കാണും. പക്ഷേ ഇത് ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നഖം കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 2 കോട്ട് അടിക്കണം. 2 കോട്ട് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ടൈം എടുക്കും ഉണങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു കോട്ട് അടിച്ച് കുറച്ച് നേരം ഉണക്കിയിട്ടാണ് അടുത്തത് അടിക്കണത്. പക്ഷേ എങ്ങനെ പോയാലും നമ്മൾ ഒരുപാട് സമയം എടുക്കും. ഇല്ലെങ്കിൽ അതിൽ നമ്മുടെ കൈയിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ വരും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറേ നേരം വെച്ചിട്ടാണ് അത് ഉണക്കിയെടുക്കാറ് എപ്പോഴും. പിന്നെ എൻ്റെ നഖം കുറച്ചിങ്ങനെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ സൈഡ് അടിക്കാൻ ഭയങ്കര പാട്. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് സൈഡിലേക്ക് പിടിച്ചിട്ട് തന്നെ അടിക്കണം. അപ്പോൾ അത് ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.